അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ 4 പേരുകളെ കുറിച്ചാണ്. ഈ 4 പേരുകൾ വീട്ടിൽ എഴുതി തൂക്കിയാൽ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, എല്ലാ കടങ്ങളിൽ നിന്നും, സാമ്പത്തിക പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകും. നല്ല ജോലിയില്ലാത്തവർ, ഒരുപാട് പഠിച്ചിട്ട് ആഗ്രഹിച്ച ജോലി കിട്ടാത്തവർ, അല്ലെങ്കിൽ ചെറിയ ശമ്പളത്തിലുള്ള ജോലി ചെയ്യേണ്ടി വന്നവർ, ആവശ്യത്തിന് വരുമാനമില്ലാത്തവർ, ഇങ്ങനെ സാമ്പത്തികമായ പരീക്ഷണങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം പരിഹാരം നൽകുന്ന അള്ളാഹുവിൻ്റെ മനോഹരമായ 4 പേരുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ പേരുകൾ വീട്ടിൽ എഴുതി തൂക്കണം. എഴുതി തൂക്കിയ മാത്രം പോരാ, അത് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുകയും വേണം. അതെങ്ങനെയാണ് എഴുതേണ്ടത്, ആ പേരുകളുടെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്, അവസാനം ഓരോ ദിവസവും അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവരും അവസാനം വരെ വീഡിയോ കണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. വളരെ മനോഹരമായൊരു അമലാണ്, ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടിയ ഒരു അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം അള്ളാഹുവിൻ്റെ മനോഹരമായ പേരുകൾ അസ്മാഉൽ ഹുസ്ന, രഹസ്യങ്ങളുടെ കലവറയാണ്. 99 പേരുകളുണ്ട്. ഈ 99 പേരുകളും രഹസ്യങ്ങളുടെ കലവറയാണ്, അല്ലേ? ആ പേരുകളുടെ അർത്ഥവും രഹസ്യവും അറിഞ്ഞ് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന തട്ടിക്കളയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ 99 പേരുകളിലെ നമുക്ക് ആവശ്യമുള്ള 4 പേരുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറയുന്നുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ. അല്ലാഹുവിന് മനോഹരമായ പേരുകളുണ്ട്. ഫദ്ഉ ബിഹാ, ആ പേരുകളെ മുൻനിർത്തി നിങ്ങൾ ദുആ ചെയ്തോളൂ, അള്ളാഹു ഉത്തരം നൽകും. അല്ലാഹു തന്നെ പറയണത്, പരിശുദ്ധ ഖുർആനിലാണ് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന 4 പേരുകൾ പിടിച്ചോ, ഇൻഷാ അല്ലാഹ് അള്ളാഹു സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ആ 4 പേരുകളിലെ ഒന്നാമത്തെ പേര് നമ്മൾ പറയുന്നത് യാ ഫത്താഹ്, അനുഗ്രഹങ്ങൾ തുറന്നു തരുന്നവൻ, സന്തോഷം തുറന്നു തരുന്നവൻ, സമാധാനം തുറന്നു തരുന്നവൻ. രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഉറങ്ങാനുള്ള വഴി തുറന്നു തരുന്നവൻ. കടങ്ങൾ കാരണം അത് വീട്ടാൻ കഴിയുന്നില്ല, വീട്ടാനുള്ള മാർഗം തുറന്നു തരുന്നവൻ. ആഗ്രഹിച്ച് ജോലി കിട്ടുന്നില്ല, ആ ജോലിയിലേക്കുള്ള വഴി തുറന്നു തരുന്നവൻ. അങ്ങനെ എന്തൊക്കെ സമാധാനവും സന്തോഷവും ഉണ്ടോ, നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളുണ്ടോ, അതിലേക്കൊക്കെ വഴി തുറന്നു തരുന്നവനാണ് യാ ഫത്താഹ്. സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു പറയുന്നുണ്ട്, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെങ്കിലും തരണമെന്ന് വിചാരിച്ചാൽ, ഏതെങ്കിലും മാർഗം നമുക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചാൽ ഒരാളാലും ആ വഴി തടയാൻ കഴിയൂല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നമുക്ക് നല്ലൊരു വഴിയിലേക്ക്, നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ അല്ലാഹു നമുക്ക് കരുതിയിട്ടുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് നമ്മൾ എത്തിപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഒരു മാർഗം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊണ്ടും അത് തടുക്കാൻ കഴിയില്ല. ആ മാർഗം നമ്മുടെ കൈകളിലേക്ക് എത്തിത്തീരുക തന്നെ ചെയ്യും. അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത്. അതാണ് യാ ഫത്താഹ്. ഇനി രണ്ടാമത്തെ പേര് യാ റസ്സാഖ്. എന്താണ് റസ്സാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉപജീവനം നൽകുന്നവൻ, ഭക്ഷണം നൽകുന്നവൻ, ജീവിത മാർഗം നൽകുന്നവൻ, വസ്ത്രം നൽകുന്നവൻ, മക്കളെ തരുന്നവൻ, കുടുംബം തരുന്നവൻ. അങ്ങനെ വലിയ വിശാലമായ അർത്ഥമുള്ള ഒരു പേരാണ് യാ റസ്സാഖ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹു ഹുവർ റസ്സാഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് തരുന്നവൻ. അല്ലാഹുവാണ് നമുക്കെല്ലാം തരുന്നവൻ. നമ്മുടെ മക്കളോ, അയൽവാസിയോ, നാടോ, മന്ത്രിമാരോ, രാജാവോ ഒന്നുമല്ല. നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല റസ്സാഖാണ്. അവൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പേരാണ് യാ റസ്സാഖ്. ആ പേരാണ് നമ്മൾ എഴുതി വരേണ്ടത്. പക്ഷികളെ കണ്ടിട്ടില്ലേ? പക്ഷികൾ എല്ലാ ദിവസവും രാവിലെ കൂട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൂട്ടിലാക്കിയിട്ട് രാവിലെ ഇര തേടി പോകും. വൈകുന്നേരം മക്കൾക്കുള്ളതും കുട്ടികൾക്കുള്ളതും കുഞ്ഞുങ്ങൾക്കുള്ളതും വായിൽ വെച്ച് വയറ് നിറയെ കഴിച്ചിട്ടാണ് ആ പക്ഷികൾ മടങ്ങി വരുന്നത്. ആരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്? അവർ SSLCയും +2 ഒക്കെ പഠിച്ച്, ഡിഗ്രി ഒക്കെ പഠിച്ച് ജോലിക്ക് പോയിട്ടാണോ എല്ലാ ദിവസവും അവരുടെ വയറ് നിറക്കുന്നത്? അല്ല. യാ റസ്സാഖ്, ഒരു തൊഴിലും ചെയ്യാതെ അവരുടെ വയറ് അല്ലാഹു നിറക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷോപലക്ഷം കോടാനകോടി ജീവജാലങ്ങൾക്ക്
എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നവനാണ് അള്ളാഹ്. ആ അള്ളാഹ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെ കാര്യം വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. ആത്മാർത്ഥതയോടുകൂടെ ചോദിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ റബ്ബ് തരും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ പേര് യാ റസാഖ്. ഇനി മൂന്നാമത്തെ പേര് യാ ഗനിയു. യാ ഗനിയു എന്ന് പറഞ്ഞാൽ ഐശ്വര്യവാനാണ് അള്ളാഹു. എല്ലാം ഉള്ളവൻ, മറ്റൊരാളുടെയും ആവശ്യമില്ലാത്തവൻ. നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഒരുപാട് കോടീശ്വരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. 10,000-കണക്കിന് കോടി ആസ്തിയുള്ള ആളുകൾ. അവർക്കും മറ്റുള്ളവരുടെ ആവശ്യം വേണ്ടേ? അവർക്ക് സഹായികൾ വേണ്ടേ? സേവകർ വേണ്ടേ? എന്നാൽ ഒരാളുടെയും ആവശ്യമില്ലാത്ത കോടീശ്വരൻ, എല്ലാം തികഞ്ഞവൻ, ഒന്നും കുറവില്ലാത്തവൻ, യാ ഗനിയു യാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്ന മനോഹരമായിട്ടുള്ള പേരാണ് യാ ഗനി. ഈ യാ ഗനി മൂന്നാമത്തെ പേരാണ്. ഇതിങ്ങനെ വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഉത്തരം നൽകും. എന്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധികളുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം നൽകും. ഇനി നമ്മൾ വീട്ടിൽ എഴുതി തൂക്കേണ്ട നാലാമത്തെ പേരാണ് യാ മുഗ്നി. യാ മുഗ്നി എന്നുള്ള പേരെന്താ? സമ്പന്നമാക്കുന്നവനും അള്ളാഹുവാണ് അല്ലേ? നമ്മുടെ ചുറ്റുഭാഗത്തുള്ള കോടീശ്വരന്മാരൊക്കെ കോടീശ്വരന്മാരാക്കിയത് ആരാണ്? അള്ളാഹുവാണ്. സമ്പത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു വിചാരിക്കാതെ ഒരാൾക്കും ഒരു രൂപ പോലും കിട്ടൂല. അപ്പൊ എല്ലാ കോടീശ്വരന്മാരെ കോടീശ്വരനാക്കിയവനും അള്ളാഹുവാണ്. ഇവിടെ സമ്പന്നരെ ഉണ്ടാക്കുന്നവനും അള്ളാഹുവാണ്. എല്ലാവരുടെയും കടങ്ങൾ തീർക്കുന്നവനും അള്ളാഹുവാണ്. എല്ലാവരുടെയും സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകുന്നവനും അള്ളാഹുവാണ്. യാ ഗനിയു യാ അല്ലാഹ്. ഐശ്വര്യവാനെ, ഐശ്വര്യം നൽകുന്നവനെ, സമ്പന്നരെ ഉണ്ടാക്കുന്നവനെ, സമ്പത്ത് നൽകുന്നവനെ, യാ ഗനി യാ മുഗ്നി യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്. വളരെ മനോഹരമായിട്ടുള്ള പേരാണ്. ലോകത്ത് ഒരാൾക്കും ഈ പേര് യോജിക്കൂല, അള്ളാഹ്ക്ക് മാത്രമേ ഈ പേര് യോജിക്കുള്ളൂ. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ 4 പേരുകൾ. ഏതൊക്കെയാണ് നമ്മുടെ പേരുകൾ? 1 യാ ഫത്താഹ്, 2 യാ റസാഖ്, 3 യാ ഗനിയു, 4-മത്തത് യാ മുഗ്നി. ഈ 4 പേരുകളും ഒരു വെള്ള പേപ്പർ എടുത്ത് കറുപ്പ് മഷിയോ അല്ലെങ്കിൽ നീല മഷിയോ പേനകൾ ഉപയോഗിച്ച് ആ പേപ്പറിൽ വളരെ വൃത്തിയായി എഴുതിയിട്ട് നമ്മുടെ വീട്ടിൽ ചെറുതായി എഴുതിയാൽ മതി. വീട്ടിൽ എവിടെയെങ്കിലും എഴുതി തൂക്കുക. കാണുന്ന രൂപത്തിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത്, നമ്മൾ നിസ്കരിക്കുന്ന നമ്മുടെ മുസല്ല, ആ മുസല്ല വിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിസ്കാര റൂമിലൊക്കെ എഴുതി തൂക്കുക. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ത്വരീഖത്തുൽ അമൽ, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അതിൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ പറയുന്നത്. എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം, സുബഹിൻ്റെ നിസ്കാര ശേഷം ദിക്റുകൾ കഴിഞ്ഞ് ദുആകൾ കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ചു നേരം മുസല്ലയിൽ ഇരിക്കൂലേ, ആ സമയത്ത് ആണ് നമ്മളിത് ചൊല്ലേണ്ടത്. ഈ പറയപ്പെട്ട 4 പേരുകളും ഓരോ പേരും 33 തവണ വീതം ചൊല്ലണം. 4 പേരുകളുണ്ട്. 4 പേരും 33 തവണ ഈ പേരുകൾ ചൊല്ലുക. യാ ഫത്താഹ് യാ ഫത്താഹ് യാ ഫത്താഹ് യാ ഫത്താഹ്, യാ റസാഖ് യാ റസാഖ് യാ റസാഖ് യാ റസാഖ്. 3-മത്തെ എന്തായിരുന്നു? യാ ഗനിയു യാ ഗനിയു യാ ഗനിയു യാ ഗനിയു. 4-മത്തത് യാ മുഗ്നി യാ മുഗ്നി യാ മുഗ്നി യാ മുഗ്നി. ഈ പേരുകൾ ഓരോ പേരുകൾ 33 തവണ ചൊല്ലുക. ഈ 33 തവണ ചൊല്ലുന്നത് എല്ലാ ദിവസവും 21 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലണം. 21 ദിവസം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ സംഖ്യയാണെങ്കിലും, എത്ര വലിയ ജോലിയാണെങ്കിലും, എത്ര വലിയ കടങ്ങളാണെങ്കിലും, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെങ്കിൽ ആ ആഗ്രഹം പടച്ച തമ്പുരാൻ സാധിപ്പിച്ചു തരും. ഒരുപാട് ജോലി പ്രതീക്ഷിച്ച് പഠിച്ച് അവസാനം ആ ജോലി കിട്ടിയില്ല, ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്താൻ പറ്റിയില്ല. അള്ളാഹുവിനോട് ചോദിക്കൂ, ഈ നാമങ്ങൾ എല്ലാ ദിവസവും ചൊല്ലി നോക്കൂ. ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്ന ജോലി കിട്ടും. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്, കച്ചവടങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല, 1 മാസം വാടക കൊടുക്കാൻ പോലും കയ്യിലേക്ക് കിട്ടുന്നില്ല, പെട്ടെന്ന് വരുന്ന ചിലവുകൾ, രോഗങ്ങൾ, അങ്ങനെയുള്ളതൊന്നും വലിയ താങ്ങാനാവാത്ത സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് നമുക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ഈ നാമങ്ങൾ ചൊല്ലിക്കോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഭിവൃദ്ധി നൽകും, സന്തോഷം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം നൽകും. പ്രിയമുള്ളവരെ,
കഴിയുന്ന ആളുകളൊക്കെ ഇത് ജീവിതത്തിൽ പകർത്തുക. ഈ അമൽ 100% ഉറപ്പുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, വിജയം നൽകട്ടെ. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സംരക്ഷണം നൽകട്ടെ. ആഗ്രഹിക്കുന്ന വരുമാനം, ആഗ്രഹിക്കുന്ന ജോലി, നമുക്ക് ആവശ്യത്തിനുള്ള സമ്പത്ത് അല്ലാഹു നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.